ഇപ്പോൾ നമ്മൾ തൃത്താല മണ്ഡലത്തിലാണ്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് നമുക്കൊപ്പം. ഈ തൃത്താല മണ്ഡലത്തിൽ നിന്ന് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഇവിടെ നമ്മൾ പ്രചാരണ രംഗത്തൊക്കെ മൊത്തം നോക്കിയപ്പോഴേ UDF-ന്റെ ഒരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം എന്ന് പറയുന്നത് മദ്യനയവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അതായത് കാരണം എക്സൈസ് മന്ത്രിയാണല്ലോ ഇവിടെ മത്സരിക്കുന്നത്. സ്വാഭാവികമായും മദ്യനയവുമായി ബന്ധപ്പെടുത്തിയുള്ള വലിയ പ്രചാരണം കണ്ടു. അപ്പോൾ അങ്ങനെ സൂക്ഷ്മമായി പ്രാദേശികമായി ഈ സ്ക്വാഡ് വർക്കുകളിൽ അത്തരം പ്രവർത്തനം നടത്തുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും? അതിൽ ഇപ്പം മദ്യനയം എടുത്താൽ തന്നെ കേരളത്തിലിപ്പോൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കറിയാം. പല ഘട്ടങ്ങളിലും കേരളത്തിൽ വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളായി വന്നത് മദ്യദുരന്തങ്ങളാണ്. കണ്ണ് നഷ്ടപ്പെട്ട മനുഷ്യർ, മരിച്ചുപോയവർ, കേരളത്തെ പിടിച്ചുകുലുക്കിയ വലിയ മദ്യദുരന്തങ്ങളുടെ അനുഭവം നമുക്കുണ്ട്. എന്നാൽ മദ്യദുരന്തമില്ലാത്ത ഒരു കാലം ഇപ്പോൾ MP രാജേഷ് എക്സൈസ് വകുപ്പിൻ്റെ മന്ത്രിയായി മാറിയതിന് ശേഷം വല്ല മദ്യദുരന്തവും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ന്യായമായും എതിരാളികൾക്ക് പറയാം ഈ വകുപ്പിൻ്റെ ഭരണം പിടിപ്പുകെട്ടതാണ്, വ്യാജമദ്യം ഒഴുകുന്നു, ആകെ കുഴപ്പമായി എന്ന് പറയാം. എന്നാൽ അങ്ങനെ ഒരു വാർത്ത പോലും, ഒരു ലാഞ്ചന പോലും ഉണ്ടായില്ല. അതിൻ്റെ അർത്ഥം ഏറ്റവും മികവാർന്ന നിലയിൽ ആ വകുപ്പിനെ നയിച്ചു എന്നാണ്. അതാണ് ജനങ്ങൾ വിലയിരുത്തുക. മദ്യദുരന്തങ്ങളില്ലാത്ത നാടായി കേരളത്തെ മാറ്റാൻ MP രാജേഷിന്റെ നേതൃത്വത്തിൽ എക്സൈസ് വകുപ്പിന് കഴിഞ്ഞു എന്നുള്ള നേട്ടമാണുള്ളത്. റൈറ്റ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു കൗതുകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വിശദമായി ഇത്തരം വികസന പ്രശ്നങ്ങളിലൊക്കെ ചർച്ചയ്ക്കായി ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ അതിനൊപ്പം സമാന്തരമായി ചർച്ചയായി പോകുന്ന മറ്റ് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വേദിയിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒരു പ്രയോഗം സംഭാവന ചെയ്തത് M സ്വരാജാണ്. ശവം തൂക്ക് എന്നുള്ള പ്രയോഗം. അത് ഇന്നലെയൊക്കെ ഞാൻ നോക്കുമ്പോൾ ചാനൽ ചർച്ചകളിൽ പരസ്പരം പ്രയോഗിക്കുന്ന നിലയിലേക്ക് അത് മാറിയിട്ടുണ്ട്. തിരിച്ച് ആരോപണം, ഇതേ ആരോപണം, അതായത് CPIM-ഉം ഇത്തരം ഫണ്ടൊക്കെ പിരിച്ചതാണ്, അതിന്റെ കണക്ക് എവിടെയെന്ന് ചോദിച്ചാൽ CPIM കേന്ദ്ര കമ്മിറ്റി അത് വളരെ പെട്ടെന്ന് പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത്തരം ചില പ്രയോഗങ്ങളോ ഇത്തരം ചില വിഷയങ്ങളോ ഈ മൊത്തം വികസന കാര്യങ്ങളെയും മറ്റു വിഷയങ്ങളെയും അപ്പുറത്ത് അതിനെ അതിലംഘിച്ച് മുന്നോട്ട് പോകുമോ ഈ തെരഞ്ഞെടുപ്പ്? സത്യത്തിൽ തെരഞ്ഞെടുപ്പിൽ, ഈ തെരഞ്ഞെടുപ്പല്ല ഏത് തെരഞ്ഞെടുപ്പിലും ഏറ്റവും പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ട വിഷയം ഇടതുപക്ഷം കരുതുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നാടിൻ്റെ വികസനമാണ്, രണ്ട് ജനങ്ങളുടെ ക്ഷേമമാണ്. വികസനത്തിലും ക്ഷേമത്തിലും ഊന്നിയാണ് എല്ലാ ചർച്ചയും സംവാദവും തർക്കങ്ങളും ഉണ്ടാവേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന ഗവൺമെന്റിനെ ഇക്കാര്യങ്ങളെ മുൻനിർത്തി വിമർശിക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തിനുണ്ട്. സത്യത്തിൽ അവർ അതിന് തയ്യാറാവണം. പക്ഷെ അതിനുള്ള കെൽപ്പ് പ്രതിപക്ഷം കാണിക്കുന്നില്ല. അതിൻ്റെ പ്രധാന പ്രശ്നം, ഇപ്പോൾ ഇന്ത്യയിൽ 2-3 സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുന്നുണ്ട്. അതിലൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നു കുറച്ച് ഷോയൊക്കെ കാണിച്ചു. സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ കാണേണ്ടത് ആ സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങി. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനാവാത്ത ഒരു സ്ഥിതിയിൽ എത്തി നിൽക്കുന്നു ഒരു സംസ്ഥാനം. ക്ഷേമ പെൻഷൻ, ഇവിടുത്തെ അത്ര ക്ഷേമ പെൻഷനൊന്നും അവിടെ ഇല്ല. ഉള്ള പെൻഷൻ 25 മാസമായി മുടങ്ങി തെലങ്കാനയിൽ. 2 കൊല്ലവും 1 മാസവും പെൻഷൻ കൊടുക്കാൻ പറ്റിയില്ല. ജീവനക്കാർക്ക് ശമ്പളമില്ല. ഇത്തരം സാഹചര്യം അവിടെ നേരിടും. രാജ്യം മുഴുവൻ സ്കൂളുകൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു നയമാണ്. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ലാഭകരമല്ലാത്ത സ്കൂളുകൾ പൂട്ടുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെയും BJP-യുടെയും നയമാണ്. കോൺഗ്രസിനും അതേ നയമാണ്. കർണാടകയിൽ ഇപ്പോൾ 5 കൊല്ലത്തിനുള്ളിൽ 3500-ഓളം സ്കൂളുകൾ അടച്ചുപൂട്ടിയെന്നാണ് കണക്ക്. അപ്പോൾ ക്ഷേമ പ്രശ്നങ്ങൾ, വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടും. കേരളത്തിലുള്ള മാറ്റം, ബദൽ നയം, സ്കൂൾ പൂട്ടാത്ത, പെൻഷൻ മുടങ്ങാത്ത, ശമ്പളം മുടങ്ങാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള ഭയമാവാം കോൺഗ്രസിനെ അത്തരം ചർച്ചയിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നു. ഇന്നലെ ഒരു പുകമറ സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. അതായത് വയനാട് ദുരന്തത്തിൽ CPM പണം പിരിച്ചിട്ടില്ല എന്ന് പൊതുവെ എല്ലാവരും അറിയുന്നതാണ്, എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്. പകരം CPM പ്രവർത്തകർ വീടുകൾ കയറി സ്ക്വാഡ് പ്രവർത്തനം നടത്തിയത് CMDRF-ലേക്ക് സംഭാവന ചെയ്യണം, ഈ ദുരന്തത്തെ ജനങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അതിനുവേണ്ടി പ്രത്യേക ക്യാമ്പയിൻ എടുത്തു. അപ്പോൾ CPM നേരിട്ട് പിരിച്ചില്ല എന്നാണ്. അപ്പോൾ ഒരു പുതിയ സാധനം കൊണ്ടുവരാണ്. ഇതാ പിരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പിരിച്ചിരിക്കുന്നു വെബ്സൈറ്റിൽ എന്ന് പറഞ്ഞു വരികയാണ്. ഇത് രണ്ടാണ്. CPM പിരിച്ചില്ല എന്ന് പറയുന്നത് കേരളത്തിലെ CPIM ആണ്. കേരളത്തിലെ CPIM പാർട്ടി നേരിട്ട് പണം പിരിച്ചില്ല. എന്നാൽ കേന്ദ്ര കമ്മിറ്റി ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് പ്രകൃതി ദുരന്തം ഉണ്ടായാലും, ആസാമിലാവട്ടെ മറ്റേത് സംസ്ഥാനത്താവട്ടെ, വെള്ളപ്പൊക്കം, മറ്റു കെടുതികൾ ഒക്കെ ഉണ്ടാവുമ്പോൾ ഒരു ദൈനംദിന പ്രവർത്തനം എന്ന പോലെ അപ്പോൾ ഒരു കോൾ പുറപ്പെടുവിക്കുന്നു. കുറച്ച് മാസങ്ങൾ കാത്തിരുന്ന് ആ കിട്ടുന്ന പണം എത്രയോ അതും അതിൻ്റെ പലിശയും എല്ലാം ചേർത്ത് ആ സംസ്ഥാനത്തിന് കൊടുക്കും. വയനാട് ദുരന്തം വന്നപ്പോഴും കേന്ദ്ര കമ്മിറ്റി കോൾ പുറപ്പെടുവിച്ചു. 1 കോടിക്കടുത്ത് രൂപ കിട്ടി. അത് കൃത്യമായിട്ട് CMDRF-ലേക്ക് കൊടുത്തു. അതാണ് മിനിറ്റുകളൊക്കെ അതിൻ്റെ രേഖകളൊക്കെ വന്നല്ലോ. അപ്പോൾ ഇത് രണ്ടും ഒന്നല്ല. പണം പിരിച്ചില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ CPM ആണ്.
കേന്ദ്ര കമ്മിറ്റി ഏത് ദുരന്തം ഉണ്ടാകുമ്പോഴും ഇങ്ങനെ സഹായിക്കാറുണ്ട്, പിരിക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. അത് ഞങ്ങൾക്കത് വിശദീകരിക്കാനൊന്നും ഒരു പ്രയാസമുള്ള ഈ കാര്യം. പയ്യന്നൂരിനെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ആ നിലയ്ക്ക്, അതായത് രക്തസാക്ഷി ഫണ്ട് മുക്കി എന്നുള്ള ആരോപണം തിരിച്ചു അതൊക്കെ വെക്കുന്നത്. വളരെ ഹീനമായ ആരോപണമാണ്. ദുരന്തം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. വീട് നിർമ്മിച്ച് നൽകുമെന്നാണ് പറഞ്ഞത്. 230 വീട് അവർ നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞിട്ട് 100 വീട് KPCC, 100 വീട് രാഹുൽ ഗാന്ധി, 30 വീട് യൂത്ത് കോൺഗ്രസ്, അങ്ങനെ 230 വീട് നിർമ്മിച്ച് നൽകും എന്ന് പറഞ്ഞിട്ട് വീട് നിർമ്മിക്കാൻ ഒരു പരിപാടിയും കാണുന്നില്ല, ഒരു നടപടിയും സ്വീകരിച്ചില്ല. വർഷം കഴിയുന്നു. അപ്പോൾ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന വിമർശനമാണ്, നിങ്ങൾ എന്ത് വീട് കൊടുക്കുന്നത്? ആ ചോദ്യം വന്നതുകൊണ്ടാണ് 3 ഏക്കർ സ്ഥലം വാങ്ങിയത്. പക്ഷെ ആലോചിച്ച് നോക്കൂ, 230 വീട് 3 ഏക്കർ സ്ഥലത്ത് വെക്കാൻ പറ്റൂ? വീട് വെക്കാൻ പറ്റില്ല. ഫ്ലാറ്റ് ആണെങ്കിൽ പറ്റൂ, വീട് പറ്റില്ല, വെക്കാൻ പറ്റില്ല. ആ സ്ഥലം വാസയോഗ്യമല്ല എന്നുള്ള ആക്ഷേപം ഉണ്ട്. ഞാനതൊന്നും ഇപ്പോൾ ഉന്നയിക്കുന്നില്ല. അവിടെ ഒരു കല്ലിട്ടു, അത് തെരഞ്ഞെടുപ്പിന് കണ്ണിൽ പൊടിയിടാനാണ്. ഒരൊറ്റ വീട് വെക്കാൻ പരിപാടിയില്ല, വീടിന് പ്ലാൻ തയ്യാറാക്കിയില്ല, അപേക്ഷ കൊടുത്തിട്ടുമില്ല, പണി നടന്നു എന്ന് കളവ് പറയുകയും ചെയ്യാണ്. അപ്പോൾ പണം പിരിച്ച് ആ പണം എന്ത് ചെയ്യണമെന്നാണോ ജനങ്ങളോട് പറഞ്ഞത് അത് ചെയ്യാതെ പണം അപഹരിച്ചപ്പോഴാണ് കണക്ക് ചോദിച്ചത്. പയ്യന്നൂർ എന്താ സ്ഥിതി? അവിടെ ധനരാജ് കൊല്ലപ്പെട്ടു. അപ്പോൾ കുടുംബസഹായം, രക്തസാക്ഷി സ്മാരകം, കേസ് ചെലവ്, ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ച് രക്തസാക്ഷി ഫണ്ട് പിരിച്ചു. ആ പിരിച്ച കാര്യങ്ങൾ അവിടെ നിർവഹിച്ചില്ലെങ്കിലാണ് ഞങ്ങളോട് കണക്ക് ചോദിക്കുന്നതിനൊരു സാങ്കത്യം ഉള്ളത്. നിങ്ങൾ പിരിച്ച പണം എവിടെ? ഞങ്ങൾ പിരിച്ച പണം ഏത് ഉദ്ദേശത്തിനാണോ പിരിച്ചത് ആ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു വാർത്താ സമ്മേളനത്തിൽ തന്നെ. ധനരാജിന്റെ കുടുംബം അവിടെ ഉണ്ടല്ലോ, ചോദിക്കാമല്ലോ, നിങ്ങളോട് നീതി പുലർത്തിയോ, നിങ്ങളെ സഹായിച്ചോ, അവർ ഉദ്ദേശിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തോ, ചോദിക്കണം. ഒരു കാര്യം, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രാക്ഷനുള്ള CPM നേതാവാണ് M സ്വരാജ്. പക്ഷേ M സ്വരാജ് പ്രത്യക്ഷപ്പെടുന്നത് വളരെ അപൂർവം മാത്രമാണ് എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതായത് CPM പ്രവർത്തകരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന കാര്യം. വേറൊന്ന്, തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ആ നിലയ്ക്ക് ഒരു ശ്രദ്ധ ഉള്ള ഒരു നേതാവ്, എല്ലാത്തിനും മറുപടി ഉണ്ട് എന്ന് പൊതുവെ വിചാരിക്കുന്ന ഒരു നേതാവ് എന്തുകൊണ്ടാണ് അങ്ങനെ വരാത്തത്? അത് ഞാൻ സോഷ്യൽ മീഡിയയുടെ ഭാഗമാണ്, ഞാനതിൽ ഇടപെടാറുണ്ട്. പക്ഷെ ഞാനതിന് ഒരുപാട് സമയം ചെലവഴിക്കാറില്ല. അതായത് നിങ്ങൾക്ക് അറിയാം, എല്ലാ ദിവസവും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ഒരാളല്ല ഞാൻ. ഇടയ്ക്ക് മാത്രമേ അത് ഉപയോഗിക്കാറുള്ളൂ. അത് എൻ്റെ ഒരു ശൈലിയാണ്, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്നെ പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലകൾ ഞാൻ നിർവഹിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പത്രത്തിൻ്റെ ഒരു ചുമതല നിർവഹിക്കുന്നു. അത് സത്യത്തിൽ ഒരു ഗൗരവമുള്ള ചുമതലയാണ്. ഞാൻ അത് നിർവഹിക്കുന്നു. അതുപോലെ തന്നെ പാർട്ടി ക്യാമ്പയിനുകളുടെ ഭാഗമായി, പാർട്ടി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എല്ലാമുള്ള ചുമതലകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഞാനിതാ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടേ എന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ അറിയിക്കാറില്ല. ടെലിവിഷനിൽ അങ്ങനെ എപ്പോഴും വരില്ല. എന്നാൽ ആരോഗ്യകരമായ ഒരു ചർച്ച, അന്തസ്സുറ്റ ഒരു ചർച്ചയുണ്ടെങ്കിൽ പോകരുതെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ചിലപ്പോൾ പോകേണ്ടി വന്നേക്കാം, ചിലപ്പോൾ പോകും, അതിനൊന്നും മടിയില്ല. പറഞ്ഞു വന്നത്, ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ നവമാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും നിത്യേന കാണാൻ പറ്റുന്നുണ്ടാകും. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ അത് ഇയാൾ മരിച്ചുപോയി എന്ന് ചിന്തിക്കും. അയാൾ എവിടെ? അപ്പൊ ചിലർ പറയും, ഓ വന്നിരിക്കുന്നു, അന്ന് തോറ്റിട്ട് പോയതാണ്, പിന്നെ ഈ വഴി കണ്ടിട്ടില്ല, ഇപ്പൊ വന്നിരിക്കുകയാണ്, ഇപ്പോഴാണ് ഇറങ്ങിയത്, നമ്മൾ ഒളിവ് ജീവിതമാണെന്ന് കരുതും. അപ്പൊ ജീവിച്ചിരിക്കുന്നു എന്നറിയിക്കാൻ നവമാധ്യമങ്ങളെയും മാധ്യമങ്ങളെയും ഉപയോഗിക്കേണ്ടത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അനിവാര്യമാണ് എന്ന് വന്നിരിക്കുന്ന ഒരു കാലമാണ്. തൽക്കാലം എനിക്ക് അതിന്റെ സൗകര്യമില്ല, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മുടെ സർവേയിൽ കണ്ട ഒരു കൗതുകകരമായ കാര്യം, സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനകത്ത് വന്ന ഒരു വിവരം ഞാനങ്ങ് വെളിപ്പെടുത്താം. അതായത് ഈ സ്ക്വാഡ് വർക്കുകൾ വളരെ കുറഞ്ഞു. അതായത് ചില മണ്ഡലങ്ങളിൽ 50% താഴെ വീടുകളിൽ മാത്രം ആളുകൾ സ്ക്വാഡ് വർക്കുമായി എത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ സർവേയിൽ കണ്ട ഒരു കാര്യമാണ്. ശാസ്ത്രീയമായി നടത്തുന്ന ഒരു സർവേയാണ്. അതുകൊണ്ട് നമ്മുടെ സാമ്പിളിംഗ് ഒക്കെ ഏതാണ്ട് ശരിയാണ്. അപ്പോൾ അങ്ങനെ സ്ക്വാഡ് വർക്കുകൾക്കൊക്കെ കുറവ് വന്നത് ഈ സോഷ്യൽ മീഡിയയുടെ പ്രസൻസ് കൊണ്ടാണല്ലോ. അപ്പോൾ അതിനെ നമ്മൾ കാണാതെ പോകരുത്. നിങ്ങളുടെ സർവേയിൽ അങ്ങനെ കണ്ടു? നിങ്ങളുടെ സർവേയിൽ അങ്ങനെ കണ്ടെങ്കിൽ ഞങ്ങൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ഞാനൊരു പൊതുവിഷയം, ചില മണ്ഡലങ്ങളിലാണ് കേട്ടോ, ചില മണ്ഡലങ്ങളിൽ അത് ഒരു 1% ഒക്കെ ഉള്ളൂ, 1% വീടുകളിലൊക്കെ എത്താത്തതുള്ളൂ. പക്ഷെ മറ്റു ചില മണ്ഡലങ്ങളിൽ 40% ഒക്കെ എത്താത്തതാണ്. അതെനിക്ക് അത്ഭുതകരമായി തോന്നുന്നു. അതെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സത്യത്തിൽ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും ഞങ്ങളും അത് പരിശോധിക്കും. ഞങ്ങൾ സ്ക്വാഡ് പ്രവർത്തനം വേണ്ടാന്ന് തീരുമാനിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നിങ്ങളുടെ സർവേ നടത്തിയ ആ സമയം കഴിഞ്ഞൊക്കെ ആയിരിക്കും ചിലപ്പോൾ സജീവമായിട്ട് സ്ക്വാഡ് പ്രവർത്തനം വന്നിട്ടുണ്ടാവുക. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സാമുദായിക ധ്രുവീകരണം ഉണ്ടാവാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ എത്രത്തോളമാണ്? സത്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലും സാമുദായിക ധ്രുവീകരണം ഉണ്ടാവരുത്. അത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുക ചെയ്യുക. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തണമെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ അർത്ഥപൂർണമാവേണ്ടതും ഒരാവശ്യമാണ്. അപ്പോൾ സ്വതന്ത്രമായി വോട്ട് ചെയ്യാൻ, ജാതിമത സാമുദായിക പ്രാദേശിക പരിഗണനകൾക്ക് അതീതമായി
രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും മുൻപോട്ട് വെക്കുന്ന വികസന അജണ്ടകളും അവരുടെ വികസന കാഴ്ചപ്പാടും ഒക്കെ വിലയിരുത്തി അതിനനുസരിച്ച് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് ജനാധിപത്യം വളരണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. തെരഞ്ഞെടുപ്പുകൾ വളരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനെ തകർക്കുന്നതാണ് ഈ സാമുദായിക ധ്രുവീകരണം എന്നൊക്കെ പറയുന്നത്. അത് ദുർബലപ്പെടുത്തും. ജാതീയവും മതപരവുമായ വെല്ലുവിളി നേരിടുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ ആ വെല്ലുവിളി നേരിടുന്നവരോടൊപ്പം ജാതിക്കും മതത്തിനും അതീതമായി എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. അങ്ങനെയൊക്കെയാണ് സമൂഹം വളരേണ്ടത്. പക്ഷെ പലരും തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം മാത്രം ലക്ഷ്യം വെക്കുമ്പോൾ തെറ്റായ പല പ്രവണതകളിലേക്കും രീതികളിലേക്കും പോകും. അതാണ് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുക. അത് പാടില്ലാത്തതാണ്. ഞങ്ങൾ ശ്രമിക്കുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും മതനിരപേക്ഷ സ്വഭാവത്തോടെ തെരഞ്ഞെടുപ്പ് നടക്കണം. പക്ഷേ ഈ ഡീൽ വിവാദം വളരെ സജീവമായി നിൽക്കുകയാണല്ലോ. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ പാലക്കാട് മണ്ഡലം ചൂണ്ടിക്കാണിക്കുന്നു, മഞ്ചേശ്വരം ചൂണ്ടിക്കാണിക്കുന്നു, മങ്കട ചൂണ്ടിക്കാണിക്കുന്നു, ഇങ്ങനെ പല മണ്ഡലങ്ങൾ, വേങ്ങര ചൂണ്ടിക്കാണിക്കുന്നു. ഈ മണ്ഡലങ്ങളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഡീലിന്റെ ഭാഗമാണ്. അത് CPIM കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഡീലാണ് എന്നുള്ള ആരോപണം ഇന്നലെ നടന്ന ചർച്ചയിൽ ഞാൻ കേട്ടു. അതാണ് അങ്ങനെ ഒരു നുണ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. ഒന്ന്, ആ നുണ വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, അതിനെ ആയുധമായി തന്നെ ഉപയോഗിക്കുക. രണ്ട്, മറ്റു പല കാര്യങ്ങളും ചർച്ച ചെയ്യാതിരിക്കുക. ഈ പറഞ്ഞ പോലെ വികസനം, ക്ഷേമം, കേരളത്തിൽ വന്ന വലിയൊരു മാറ്റമില്ലേ കേരളത്തിൽ വന്നേ. നമ്മളിങ്ങനെ നോക്കിയാൽ കാണാം. ഇപ്പോൾ ഇന്ത്യയിൽ PSC നിയമനം നടക്കുമ്പോൾ അതിൽ 60% പരം കേരളത്തിലാണ്. അതൊരു അവിശ്വസനീയമാണ്. കാരണം ഇന്ത്യൻ ജനസംഖ്യയുടെ 3% ഇല്ല കേരളത്തിൽ. 2.5 അങ്ങനെ എന്തോ വരുന്നുള്ളൂ. അപ്പോൾ 100 നിയമനം നടക്കുമ്പോൾ ശരിക്കും നമുക്കൊരു 2 പേര് ഇവിടെ, 2-3 പേരെ ഇവിടെ നിയമനം നടക്കാവൂ അങ്ങനെ നോക്കിയാൽ. പക്ഷെ നടക്കുന്ന 60%. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള മാറ്റങ്ങൾ എന്ന് വെച്ചാൽ മറ്റെല്ലായിടത്തും നിയമന നിരോധനമാണ്. 90,000 സ്കൂൾ ഇന്ത്യയിൽ പൂട്ടി എന്നാണ് കണക്ക്. കേരളത്തിൽ ഒറ്റ സ്കൂൾ പൂട്ടിയിട്ടില്ല. അപ്പോൾ ഒരു ബദൽ നയമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതിരിക്കാൻ വിവാദങ്ങൾ ഉണ്ടാക്കിയാണ്. എരിവും പുളിവുമുള്ള വിവാദങ്ങൾ പെട്ടതാണ് ഈ ഡീൽ എന്നൊക്കെ ആരോപിക്കും. ആ വാക്ക് തന്നെ ഒരു വലതുപക്ഷ വാക്കാണ്. രാഷ്ട്രീയത്തിൽ ഡീലിന് ഇടമില്ല. പറയുന്ന കാര്യമോ ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യം. മഞ്ചേശ്വരത്ത് എന്താ സംഭവം? മഞ്ചേശ്വരത്ത് SDPIയുടെ ഒരു സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തു. അവസാനം ആ സ്ഥാനാർത്ഥിത്വം ഇപ്പം മരവിപ്പിച്ചു. അതാണല്ലോ അവിടുന്ന് വരുന്ന വാർത്ത. മരവിപ്പിക്കാൻ കാരണം മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ അഭ്യർത്ഥനയാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഡീൽ അവിടെ അവർ തമ്മിലല്ലേ ഡീൽ? ഞങ്ങളെന്ത് ഡീലാണുള്ളത്? പാലക്കാട് എന്താണെന്ന് ഒരു പിടി എനിക്ക് ഇനിയും കിട്ടിയിട്ടില്ല. പാലക്കാട് ഞങ്ങൾ സ്ഥിരമായി തോറ്റുകൊണ്ടിരിക്കുകയാണ്. 91-ലെ മണ്ഡല പുനർനിർണയത്തിന് ശേഷം ഞങ്ങൾ പരാജയപ്പെടുകയാണ്. അവിടെ പാർട്ടി സ്ഥാനാർത്ഥികൾ, കരുത്തരായ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ട് ജയിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ സ്വതന്ത്രനെ നിർത്തി. അപ്പോൾ കുറച്ച് വോട്ട് കൂടുതൽ കിട്ടി. അപ്പോൾ ഈ തവണ അതുകൊണ്ട് തന്നെ ഒരു സ്വതന്ത്രനെ, സർവ്വസ്വീകാര്യനായ ഒരു സ്വതന്ത്രനെ മത്സരിപ്പിക്കണം എന്ന് പാർട്ടി കാണും. അപ്പോൾ നല്ല യോഗ്യനായ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടി. ആരും ഇഷ്ടപ്പെടുന്ന, സ്വീകാര്യതയുള്ള, നല്ല സെക്കുലറായ ഒരു സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥി ഇപ്പോൾ ജയിക്കുന്ന നിലയിലേക്ക് വരുമ്പോൾ വല്ലാത്ത അസഹിഷ്ണുതയും അസ്വസ്ഥതയും UDF പ്രകടിപ്പിക്കുകയാണ്. അപ്പോഴാണ് ഇത്തരം ആരോപണങ്ങൾ കൊണ്ടുവരുന്നത്. അല്ലാതെ മറ്റൊരു അടിസ്ഥാനവും ആരോപണങ്ങൾക്കില്ല. ഈ ആരോപണങ്ങളെ കുറിച്ചൊക്കെ ദീർഘമായി നമുക്ക് സംസാരിക്കണമെന്നത് മാത്രമല്ല, സ്വരാജിനോട് ഏറെ നേരം സംസാരിച്ച് ആ പറയാനുള്ളത് ആളുകളെ കേൾപ്പിക്കണം എന്നൊക്കെ നമുക്കുണ്ട്. പക്ഷെ സമയപരിമിതി ഉണ്ടല്ലോ. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ ഏതാണ്ട് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. വളരെ നന്ദി ഈ ഇലക്ഷൻ ട്രാവലറിൽ ഞങ്ങളോടൊപ്പം ചേർന്നു. വളരെ സന്തോഷം.